അതെ, പൊസസീവ്നെസ് ആണോ ടോക്സിസിറ്റിയിലേക്ക് വലുതായി നയിക്കുന്ന ഒരു ഘടകം? അതൊരു പാട്ട് മാത്രമാണ്. ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ പൊസസീവ്നെസ് ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല. അല്ല, ഒരിക്കലും അല്ല. ഇന്റിമേറ്റ് ആയ ആളുകളിൽ നിന്ന് കൂടി നമ്മളെ പറിച്ചെടുക്കുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ ടോക്സിസിറ്റി കടന്നു വരാം. സ്നേഹം, പരിഗണന, വിശ്വാസം, ഇതൊന്നും വ്യക്തിയടിസ്ഥാനത്തിൽ കിട്ടുന്നതല്ല. പിടിച്ചു പറിക്കാനും പറ്റുന്ന ഒന്നല്ല. ഉടനെ തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു. കാരണം ഇവർക്ക് ഈ പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ യെസ് ഓഫ് കോഴ്സ്. ഇന്നത്തെ കുട്ടികൾ എക്സാമിന് എന്തെങ്കിലും കുറച്ച് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ബന്ധത്തിലോ അലച്ചിലോ ഡിപ്രഷൻ എന്താണെന്ന് അറിയില്ല കുട്ടികൾക്ക്. സൃഷ്ടി, സ്ഥിതി, സമാധി. അത് ഇന്നത്തെ കുട്ടികളോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളൊരു കാര്യമാണ്. വന്നിഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവരെല്ലാം മറക്കുകയാണ്. ഒരു പൂമ്പാറ്റിയെ പോലെ അവരുടെ മനസ്സിൽ ഡോപ്പമീൻ്റെ അളവങ്ങ് കൂടിയിട്ട് അവർ സന്തോഷത്തിൻ്റെ നിങ്ങൾ നോ പറയാൻ എന്ന് പഠിക്കുന്നു. ഏതൊരു ബന്ധത്തിലും ഇതെനിക്ക് സാധ്യമല്ല, ഇങ്ങനെയല്ല, ഇതെൻ്റെ പേഴ്സണാലിറ്റി അല്ല, ഞാനിതല്ല. തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ നമ്മളത് സഹിച്ചു നിരിക്കാം. ഈ സഹിക്കൽ ഒരു പോയിന്റ് ഫോർ ദ സേക്ക് ഓഫ് ലവ്. അബാക് മീഡിയയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഷാഹിദ ഷേഖാണ്. നമസ്കാരം. നമസ്തേ. അതെ, ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് റിലേഷൻഷിപ്പുകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും പറയുന്ന വലിയ പ്രശ്നമാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. അതിങ്ങനെ 5 വർഷം കഴിഞ്ഞ് ഇങ്ങനെ വർഷം തോറും കടന്ന് ഇതിനെ കുറച്ചുകൂടി ബ്രേക്ക് ചെയ്ത് നാർസിസിസ്റ്റിക് ബിഹേവിയർ അതുപോലുള്ള മറ്റ് പല വാക്കുകളും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോക്സിക് ബിഹേവിയറിന്റെ ഒരു ഹയർ അഡ്വാൻസ്ഡ് വേർഷൻ ആണോ ഈ പറയുന്നതൊക്കെ? തീർച്ചയായിട്ടും. ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഫസ്റ്റ് ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം നമ്മളൊരു റിലേഷനിൽ പെടുന്ന ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കത് വളരെ മധുരമായിരിക്കും. മനസ്സിലൂടെ ചിത്രശലഭങ്ങളൊക്കെ പറക്കുന്ന ഫീലിലും പ്രതീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ആ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സെൽഫ് ലവ് ഇല്ലാതെ പെരുമാറും. അത് ബോത്ത് സൈഡ് കേട്ടോ, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾക്ക് എന്താണ് ഇഷ്ടങ്ങൾ, നമ്മുടേതായ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, കഴിവുകൾ എന്താണ്, അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളെല്ലാ മനുഷ്യരും. ഇതിനെ പോയിട്ട് നമ്മൾ അവർക്ക് അടിയറവ് വെക്കുന്ന ഒരവസ്ഥയിലേക്ക്, അവരുടെ ഇഷ്ടങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ ആ പ്രണയിക്കുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വത്തെ അടിയറവ് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കും. അവിടെ സെൽഫ് ലവ് നഷ്ടപ്പെടുകയാണ്. ആ വ്യക്തിയിലൂടെ നമ്മൾ ജീവിക്കുന്നു. ആ വ്യക്തിയിലൂടെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഫീമെയിൽസിന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, എന്നെ എല്ലാം അനുസരിച്ച് എൻ്റെ ഇഷ്ടങ്ങളെ മാത്രമാണ് അവർ കണ്ട് ജീവിതത്തെ അങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ മാറിപ്പോയി എന്നുള്ളതിലുള്ള അഹങ്കാരത്തിൻ്റെ ഒരു ഭാവം അവരിൽ വരും. ഇത് ഒരു ടോക്സിക് എനർജിയിലേക്ക് കണക്ട് ചെയ്യും, ടോക്സിസിറ്റിയിലേക്ക് പോകും. അവരുടെ ഇമോഷൻസ് എല്ലാം ടോക്സിസിറ്റിയിലേക്ക് കണക്ട് ചെയ്യും, ലിങ്ക് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളെയോ അവരുടെ സ്ഥാനമാനങ്ങളെയോ അവരുടെ പൊട്ടൻഷ്യലിനെയോ വില വയ്ക്കാനായിട്ട് സാധിക്കില്ല. അതിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലും വക്കീലാണെങ്കിലും ഏത് പ്രൊഫൈലാണ് അവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കൂടിയും, ഒരു പ്രൊഫഷനാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കൂടിയും അതിലൊന്നും അവർക്കൊരു ഈ പറയുന്ന ബന്ധങ്ങൾക്കിടയിലുള്ള ഒരു വാല്യൂ അവിടെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഗ്രാജുവലി, ആദ്യമൊക്കെ അതൊക്കെ കുറച്ച് ഓക്കെ, നമ്മൾ ഇഷ്ടമാണ്, പൊസസീവ്നെസ് ആണോ ടോക്സിസിറ്റിയിലേക്ക് വലുതായി നയിക്കുന്ന ഒരു ഘടകം? അതൊരു പാട്ട് മാത്രമാണ്. അതാണ് അതിലേക്ക് കടത്തുന്ന ഘടകം എന്ന്. ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ പൊസസീവ്നെസ് ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല. അല്ല, ഒരിക്കലും അല്ല. അപ്പം അതെന്ന് പറഞ്ഞാൽ ഇഷ്ടക്കൂടുതൽ. നമ്മൾ ആദ്യം ചെറിയ പൊസസീവ്നെസ് ഒക്കെ പ്രണയത്തിൽ മനോഹരമാണ്. ഒരു ഏരിയ കഴിഞ്ഞ് നമ്മുടെ ആവശ്യമുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പൊസസീവ്നെസ് വന്നാൽ ഏതൊരു വ്യക്തിക്കും ഈഗോ ഹേർട്ടാവും. അവിടെ നമ്മൾ സോഷ്യൽ ഈഗോയും പേഴ്സണൽ ഈഗോയും ഒന്നൊന്ന് കണക്ട് ചെയ്ത് വേറെ ഇതിലേക്ക് പോകേണ്ടി വരും. അത് നമുക്ക് പതിയെ വരാം. പക്ഷേ ഈ ഒരു പൊസസീവ്നെസ്സിനെ സ്വീകരിക്കുന്ന ചില വിഭാഗം ആളുകളുണ്ട്. അദ്ദേഹത്തിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ്. നിന്നെ ആരും നോക്കുന്നത് എനിക്കിഷ്ടമല്ല, നിന്നോടാരും സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഫോൺ കോൾസ് വന്നിട്ടുണ്ടെങ്കിൽ ആരാ, ആദ്യമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, ആരാണ്, കോൾ വെയിറ്റിംഗ് ആയിരുന്നല്ലോ, ആരാണ്. അത് സ്ലോലി ഞാൻ വിളിച്ചാൽ എടുത്താൽ എന്താ, ആരുടെ കോളാണെങ്കിലും എൻ്റെ കോൾ വരുന്ന സമയത്ത് കട്ട് ചെയ്താൽ എന്താ. ഇത് പാരൻസിൻ്റെ കോളാണെങ്കിൽ കൂടിയും അവിടെ കണക്ട് ചെയ്യാൻ തുടങ്ങും. പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, വളരെ അടുത്തുള്ള ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇൻറ്റിമേറ്റ് ആണ്. ഇൻറ്റിമേറ്റ് ആയ ആളുകളിൽ നിന്ന് കൂടി നമ്മളെ പറിച്ചെടുക്കുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ അവിടെ ടോക്സിസിറ്റി കടന്നു വരാം, ടോക്സിക് എനർജി കടന്നു വരാം.
ഇത് ഈ പറയുന്ന പോലെ ഒരു ടോക്സിക് പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ നമുക്കും ഒരു ടോക്സിക് ബിഹേവിയർ ജനറേറ്റ് ആവും. ഇപ്പൊ ഈ ഒരു ബന്ധം കഴിഞ്ഞാൽ അടുത്തൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഇത് ടോക്സിക്, ഈ പോകുന്ന ആളായിരിക്കും ചിലപ്പോൾ ടോക്സിക് ആവുന്നത്. യെസ്, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ആദ്യത്തെ ബന്ധത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അപ്പൊ ഇനിയും ഒരു ബന്ധം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എന്നാൽ ഞാൻ കുറച്ചുകൂടി കോൺഷ്യസ് ആവാം എന്ന് കരുതി അടുത്തൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഈ പർട്ടിക്കുലർ പേഴ്സൺ, അനുഭവിക്കപ്പെട്ട ആ വ്യക്തി നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഇത്തരം അതൊരു ചെയിൻ പോലെ പോകുന്നു. മനസ്സിലായോ? ആ ചെയിൻ പോലെ കണക്ട് ചെയ്ത് വീണ്ടും വീണ്ടും ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴേക്കും അതിനെ നമ്മുടെ മൈൻഡ് തന്നെ മാറി മാറി വേറെ തലത്തിലേക്ക് സഞ്ചരിക്കും, ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലേക്ക്. അതൊരു പേഴ്സണാലിറ്റിയുടെ ഫോമാണ്. ഒരിക്കലും അത് ഒരു ഫീലിങ്സിൽ കടന്നു വരുന്നതല്ല, ഒരു പേഴ്സണാലിറ്റിക്ക് ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, വളരെ ടോക്സിക് ആയ എനർജിയിലൂടെ സഞ്ചരിച്ച് ഞാനിപ്പോൾ ഒരു വളരെ നാർസിസ്റ്റിക് ആയ പേഴ്സണാലിറ്റി ആയി പോയി. അപ്പോൾ ഒരു നാർസിസ്റ്റിക് ആയ പേഴ്സണാലിറ്റിയിലേക്ക് വന്ന് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത് എന്നുള്ളത്. ഇവരുടെ ഈ ചേർത്ത് പിടിക്കൽ, ബലപ്രയോഗം എന്ന് പറയില്ലേ, ബന്ധങ്ങളിൽ ഒരിക്കലും ബലപ്രയോഗം നിങ്ങൾ നടത്താതിരിക്കുക. എങ്ങനെയാണോ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന അതേ ഫീലിങ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിരുന്നത്, ആ ഡിസ്റ്റർബൻസിൽ നിന്ന് മാറി മറ്റൊരു വ്യക്തിയിലേക്ക് വളരെ ഫീൽ ഫ്രീ ആയിട്ട് നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഏതൊരു ബന്ധത്തെയാണെങ്കിലും സ്വീകരിച്ചോളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും പോയിട്ട് ബലപ്രയോഗം, ബഹുമാനം, സ്നേഹം, പരിഗണന, വിശ്വാസം, ഇതൊന്നും വ്യക്തിയടിസ്ഥാനത്തിൽ കിട്ടുന്നതല്ല. പിടിച്ചു പറിക്കാനും പറ്റുന്ന ഒന്നല്ല, ഇത് സംഭവിക്കപ്പെടുന്നതാണ്. പിന്നെ വളരെ അപകടകരമായ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു വളരെ ഡിസ്റ്റർബ്ഡ് ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്നിരിക്കട്ടെ, അതിൽ നിന്ന് മാറിയിട്ട് ഉടനെ തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു. കാരണം ഇവർക്ക് ഈ പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ യെസ് ഓഫ് കോഴ്സ്. ആ ഒരു വേറൊരു ബന്ധത്തിലേക്ക് ഇവർ സഞ്ചരിക്കുമ്പോൾ അത് ഇതിലും ഭയാനകമാണെങ്കിൽ കൂടുതൽ ഡിപ്രഷനിലേക്കേ പോകുന്നത്. ഇന്നത്തെ കുട്ടികൾ എക്സാമിന് എന്തെങ്കിലും ഒരു കുറച്ച് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ബന്ധത്തിലോ അലച്ചിലോ ഡിപ്രഷൻ എന്താണെന്ന് അറിയില്ല കുട്ടികൾക്ക്, വ്യക്തിത്വങ്ങൾക്ക്. ഡിപ്രഷൻ്റെ സ്റ്റേജ് വളരെ ഭീകരമാണ്. വെറുതെ വേർഡിൽ പറഞ്ഞു വെക്കുന്ന ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ഇതൊന്നുമല്ല. അതെ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ യൂസേജിൽ കൂടി കുറെയൊക്കെ മെന്റൽ ഹെൽത്തിനെ പറ്റി എല്ലാവരും അവെയർ ആണ്. പക്ഷെ അതിന്റെ ഒരു അപകടം അത് തന്നെയാണ്. കുറെ വാക്കുകൾ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ഇഷ്ടം പോലെ എടുത്തിട്ട് പ്രയോഗിക്കുകയാണ്. എന്തെങ്കിലും ചെറിയൊരു കാര്യം മോൾ ഡിപ്രഷനിലാണ്, മോൻ ഡിപ്രഷനിലാണ്, മാഡം അതിനെന്ത് ട്രോമയിലാണ്. എന്താ ട്രോമ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു അവസ്ഥയാണത്. ട്രോമ എന്നൊക്കെ പറയുന്നത് അതിലേക്കൊന്നും പെടാതിരിക്കട്ടെ. കാരണം ട്രോമ കഴിഞ്ഞാൽ പിന്നെ ഒരു തരം മാനിയാക് സിറ്റുവേഷനാണ്, നമ്മളെ അടിമപ്പെടുത്തുന്ന മാനിയാക് സിറ്റുവേഷനിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏതൊരു ബന്ധവും ഈ പറയുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യുക. സെൽഫ് ലവ്, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, അത് നമ്മൾ അതും കൂടി കോട്ട് ചെയ്യേണ്ടി വരും ഇതിന്. അതായിരുന്നു സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് എന്ന് പറഞ്ഞ 2 പോയിന്റ് ഉണ്ട്. അതൊരിക്കലും സെൽഫ് കെയർ അല്ല. കാരണം ഇപ്പം താങ്കൾക്ക് എന്നോടൊരു സ്നേഹം, എന്നെ കണ്ടിട്ടില്ല, എന്നെ കേട്ടിട്ട് മാത്രമുള്ളായിരിക്കാം. ഒരു ചിരകാല പരിചയം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് മുഖാമുഖം ഫേസ് ടു ഫേസ് ആവണം എന്നില്ല. എന്നാൽ കൂടിയും ചില വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ ചിലരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയൊക്കെ നമുക്ക്, നല്ല ആറ്റിറ്റ്യൂഡിനെ കേട്ടോ, അതിനെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും നമുക്ക് അങ്ങനെ ആവണം, അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ സ്നേഹിക്കുന്ന പോലെ നമ്മളും അങ്ങനെ ആയി തീരാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഈ പറയുന്ന സെൽഫ് ലവ്. മറ്റൊരാൾക്ക് നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും അവരോടൊരു സ്നേഹവും ബഹുമാനവും, നേരത്തെ നമ്മൾ വെച്ച പരിഗണനയും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന, നമ്മുടെ മൈൻഡിൽ ഉടലെടുക്കുന്ന ഒരു മാനസികാവസ്ഥ, ഒരു വ്യക്തിയോട് തോന്നുന്ന റെസ്പെക്റ്റും സ്നേഹവും കലർന്ന ഒരവസ്ഥ. അവർ നമുക്ക് വേണ്ടി ഒരു ഉപകാരങ്ങളോ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അവർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്നത് കണ്ടിട്ട്, സ്നേഹിക്കപ്പെടുന്നത് കണ്ടിട്ട്, അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം ജനിക്കപ്പെടുന്നത് കണ്ടിട്ട് നമുക്ക് ആ വ്യക്തിത്വത്തോട് തോന്നുന്ന ഒരിഷ്ടം. ഇപ്പം നമ്മൾ വളരെ അധികം കാണുന്ന, ഇഷ്ടപ്പെടുന്ന ഓരോ ഫിലിം ആർട്ടിസ്റ്റുകൾ, സിനി ആർട്ടിസ്റ്റ് ഉണ്ട്. അവരൊക്കെ, ഈ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളോട് പരിചയം ഉണ്ടായിട്ടാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത്? അല്ല. അവർ ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ, അതിന്റെ ക്യാരക്ടറിലെ. അഹം എന്ന് പറഞ്ഞ മൂവിയിലെ മോഹൻലാലിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിൽ വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിത്വമാണ്. എന്തുകൊണ്ടാണ് ആ കഥാപാത്രത്തോടുള്ള ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ, ഞാൻ ഒരിക്കലും ഒരു സ്റ്റാറിൻ്റെ ഫാൻ ഫോളോയിങ് അല്ല,
ഒരിക്കലും എനിക്ക് അതിനോട് താല്പര്യവുമില്ല. അവരെല്ലാവരും വ്യക്തിത്വങ്ങളാണ്, ഓരോ സോൾസ് ആണ്. നമ്മളെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഇന്റർലിങ്ക്ഡായ ഓരോ സോൾസ് ആണ് അവർ നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചത്തിൽ. പക്ഷേ ഒരു കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ ദേവാസുരത്തിലെ മോഹൻലാലിനെ അല്ലെങ്കിൽ കാഴ്ചയിലെ മമ്മൂക്കാനെ ഇല്ലേ, വാത്സല്യത്തിലെ മമ്മൂക്കാനെ, നമ്മൾ വലിയേട്ടനിലെ മമ്മൂക്കാനെ, അപ്പം അങ്ങനെ ധാരാളം നമുക്ക് എടുത്ത്. ഇപ്പം ഞാൻ ഫിലിം ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന എല്ലാവർക്കും സുപരിചിതമായി കാണുന്ന ഒരു തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിനെ കോട്ട് ചെയ്തത്. അപ്പോൾ അതിനെ കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സെൽഫ് ലവ് ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നത് എന്ന്. അല്ലാതെ നമ്മളിപ്പം ഇന്ന് ഞാൻ എണ്ണയിട്ട് കുളിച്ചു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി, ട്രീറ്റഡ് മൈ സെൽഫ് കെയർ ചെയ്തതിനെ ദിസ് ഇസ് മൈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതൊരിക്കലും സെൽഫ് ലവ് അല്ല, അത് സെൽഫ് കെയറിങ് മാത്രമാണ്. സെൽഫ് ലവ് നിങ്ങളുടെ ക്യാരക്ടറിനെ കൂടി ബാധിക്കുന്നതാണ്, ക്യാരക്ടറിനെ കൂടി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റെസ്പെക്റ്റ്, മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ 10,000 നിരന്ന് നിൽക്കും എന്ന് പറയാം. പക്ഷെ നമുക്ക് ആരെയും റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സമൂഹത്തിലൂടെയല്ലേ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. മുതിർന്നവരെ റെസ്പെക്റ്റ് ഇല്ല, കൊച്ചുകുട്ടികളെ റെസ്പെക്റ്റ് ഇല്ല. അതെ, ശരിക്കും പ്രായഭേദം തന്നെയാണ് ഈ റെസ്പെക്റ്റ് വരുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ പറയില്ലേ, ഓ എൻ്റെ അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായിമാർ അവരെ അല്ല, ടീച്ചർ അങ്ങനെയല്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരിക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളിൽ നിങ്ങളെ വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങളെ കേൾക്കാൻ, ഫസ്റ്റ് റെസ്പെക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാ. കേൾക്കാൻ കഴിയുക. 25% സംസാരിക്കുക, 75% കേൾക്കുക. അതാണ് ഒരു 24 hours നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫ് പ്ലാനിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പഠിക്കാൻ കഴിയും. ഇത് എല്ലാം നമുക്ക് അങ്ങോട്ട് പറയാനുള്ള ത്വരയാണ് മനുഷ്യരിൽ സംഭവിക്കപ്പെടുന്നത്. എന്നെ കേൾക്കുക മാത്രമാണ്. ഞാൻ എന്ന ഞാൻ ആരാണ്? ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരേക്ക് സഞ്ചരിക്കേണ്ടി വരും. ഈ സെൽഫ് ലവിലേക്ക് അടുക്കാനുള്ള എന്തൊക്കെയാണ് വഴികളുള്ളത്? അതായത് നമ്മൾ ആദ്യം നമ്മളുടെ ഒരു ദിവസത്തെ ചിട്ടപ്പെടുത്തുക. 24 മണിക്കൂർ എന്ന് പറയുന്നത്, അതിൽ നമ്മൾ സൃഷ്ടി, സ്ഥിതി, സമാധി സംഭവിക്കപ്പെടുന്നുണ്ട്. സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് രാവിലെ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുകയാണ്. സ്ഥിതി ചെയ്യുക, സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 16 hours അല്ലെങ്കിൽ 18 hours നമ്മൾ സർവൈവ് ചെയ്യുക. ബാക്കിയുള്ള 8 മണിക്കൂർ വീണ്ടും നമ്മൾ സമാധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സമാധിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയില്ലേ, എൻഡ് ഓഫ് ദ ഡേ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക. എവിടെയാണ് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക? ഈ 16 മണിക്കൂർ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് സൃഷ്ടി ചെയ്യപ്പെട്ടപ്പോൾ തുടങ്ങി സ്ഥിതി ചെയ്യുന്ന സമയത്തെല്ലാം ഡിസ്റ്റർബ്ഡ് ആയിരുന്നാൽ എങ്ങനെയാണ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. വീണ്ടും നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് കടക്കുമ്പോൾ അവിടെ വീണ്ടും സംഭവിക്കപ്പെടാം. അവിടെയെല്ലാം ഡിസ്റ്റർബ്ഡ് ആയ മൈൻഡാണ് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരിക്കലും സെൽഫ് ലവിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കില്ല. അവിടെ എന്താണ് നമ്മൾ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സ്ഥിതി ചെയ്യേണ്ടതായ കൃത്യമായ അളവിലുള്ള കാര്യങ്ങൾ. മോർണിംഗ് 5:30 എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി വൈകിട്ട് നമ്മളൊരു 10 o'clock ഉറങ്ങുന്നത് വരെയുമുള്ള സമയത്തിൽ ഒരു പ്ലാനിങ് തയ്യാറാക്കുക. അത് നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ 8 hours 24 hours ആണ്. നമ്മൾ 8 + 8 16 hours പ്രൊഡക്റ്റീവ് ലൈഫും പേഴ്സണൽ ലൈഫും ഉണ്ട്. ഈ പ്രൊഡക്റ്റീവ് ലൈഫിൽ മിക്കവാറും ഒന്നുമില്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ് പ്രൊഫഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സർവീസ് പ്രൊഫഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും. 8 hours അത് ഓക്കെ, അത് അതിൻ്റെ റൂട്ടിൽ പൊക്കോട്ടെ. ബാക്കിയുള്ള ഈ 8 hours എന്ന് പറയുന്ന പേഴ്സണൽ ലൈഫില്ലേ, ഈ പേഴ്സണൽ ലൈഫിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. എത്രയും നമ്മൾ കണക്ട് ചെയ്യണം, ഏതെല്ലാം തർക്ക വിഷയങ്ങളിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവണം, ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ അറ്റാച്ച്ഡ് ആവണം, എന്ത് സബ്ജക്റ്റുകളാണ് എനിക്ക് ഹാം ചെയ്തു വരുന്നത്, എന്ത് സബ്ജക്റ്റിലാണ് ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതി ചിട്ടപ്പെടുത്തി. ഒരിക്കലും ടൈം ടേബിൾ ലൈഫ് ജീവിക്കാൻ ഞാൻ പറയില്ല, അത് സാധിക്കില്ല. പക്ഷെ ചിട്ടപ്പെടുത്തുമ്പോൾ ഈ ഒരു ടൈം ടേബിൾ നമുക്ക് വേണം. അതെ, അവിടെയാണ് ഈ പറയുന്ന സെൽഫ് ലവ് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് കണക്ട് ചെയ്ത് വരുന്നത്. കാണാം. 10 ദിവസം 11 ദിവസത്തെ ഒരു കണക്കെടുത്ത് നിങ്ങൾ ഇതൊന്ന് ചിട്ടപ്പെടുത്തി നോക്കൂ. ഒരു 15 ദിവസം കഴിയുമ്പോൾ പലരും നമ്മളോട് ഒരു നല്ല ഒരു പോസിറ്റീവ് വേയിൽ കണക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ എന്തിലേക്ക് അറ്റാച്ച് ആവണം എന്തിലേക്ക് ഡിറ്റാച്ച് ആവണം നമ്മൾ സ്വയം റിയലൈസ് ചെയ്യണം. മനസ്സിലാക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും ടോക്സിക് റിലേഷൻ എന്നൊക്കെ പറഞ്ഞ ആ കാര്യത്തിലും ഏത് വ്യക്തിയോട് നമ്മൾ അറ്റാച്ച്ഡ് ആവണം, ഏത് വ്യക്തിയോട് ഡിറ്റാച്ച്ഡ് ആവണം, ഇത് ഫസ്റ്റ് പഠിക്കുക. ഒരു വ്യക്തിയെ പഠിക്കാതെ ഒരു റിലേഷൻഷിപ്പിലേക്കും പോയി ചാടരുത്. അത് ഇന്നത്തെ കുട്ടികളോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളൊരു കാര്യമാണ്. വന്നിഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവരെല്ലാം മറക്കുകയാണ്. ഒരു പൂമ്പാറ്റിയെ പോലെ അവരുടെ മനസ്സിൽ ഡോപ്പമൈൻ്റെ അളവങ്ങ് കൂടിയിട്ട് അവർ സന്തോഷത്തിന്റെ, അതും അപ്പുറത്ത് നിൽക്കുന്നത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സൺ ആണെങ്കിൽ ലവ് ബോംബ് ചെയ്ത ആ ഹോർമോണിൽ ഇങ്ങനെ ഇത് ആക്ച്വലി ഇത് ലവ് ബോംബാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ബന്ധങ്ങൾ ആദ്യം തന്നെ അവർ നിങ്ങളെ കണക്ട് ചെയ്യുന്ന പല ബന്ധങ്ങളെയും കട്ട് ചെയ്യിക്കും. ആ സുഹൃത്ത് വേണ്ട, ഈ സുഹൃത്ത് വേണ്ട, എൻ്റെ അടുത്ത് ഇരിക്കൂ, എന്നോട് കൂടെ സഹവസിക്കൂ, വീട്ടിൽ പോയി ഇരിക്കണ്ട, എങ്ങനെയൊക്കെ. പിന്നെ ഫോൺ ആണെങ്കിലോ 24/7 ഫോണിലാണ് അവർ ഉറങ്ങുന്നത്, ഫോണിലാണ് ഉണരുന്നത്. ഓക്കെ, അതൊക്കെ വലിയ ഒരു നമ്മുടെ ബ്രെയിനിനെ കംപ്ലീറ്റ്ലി ഫോഗി മൈൻഡിലേക്ക് ആക്കുന്ന അവസ്ഥയാണ്. ഒരിക്കലും അത് ചെയ്യരുത്. ഇതൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവും. ഈ ആദ്യത്തെ സ്റ്റേജിൽ ഇതെങ്ങനെയാണ് തിരിച്ചറിയുക? ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പല കാര്യങ്ങളെയും നിങ്ങളെ നോ പറയാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ നിങ്ങളിൽ സംഭവിക്കപ്പെടുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ അവിടെ നോ പറയില്ല. നിങ്ങളെ നോ പറയാൻ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളും ഈ ബന്ധങ്ങളിൽ സംഭവിക്കപ്പെടുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ നിങ്ങൾ നോ പറയില്ല. ഞാൻ ആവർത്തി പറഞ്ഞത് ഒന്നുകൂടെ വൃത്തിയായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നോ പറയാൻ എന്ന് പഠിക്കുന്നു ഏതൊരു ബന്ധത്തിലും. ഇതെനിക്ക് സാധ്യമല്ല, ഇങ്ങനെയല്ല, ഇതെൻ്റെ പേഴ്സണാലിറ്റി അല്ല, ഞാനിതല്ല, എന്നെ എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്, എന്നിലേക്ക് എന്തിനാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്, അത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ നമ്മളത് സഹിച്ചു നിരിക്കാം. ഈ സഹിക്കൽ ഒരു പോയിന്റ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സഹിക്കൽ മാറി അവിടെ ഒരു ബ്ലാസ്റ്റാണ്. അതാണ് ഞാൻ ലവ് ബോംബ് എന്ന് സൂചിപ്പിച്ചത്. ആ കുറച്ച് ലവ് ഡീപ്പ് ലെവലിലാണെന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഇത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ്, ബ്ലാസ്റ്റ് ആവുകയാണ്. അവിടെ ബന്ധം നഷ്ടപ്പെടാം, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതിൻ്റെ എല്ലാം കുറ്റബോധവും ഒക്കെ ഇത്തരം ബന്ധങ്ങളിൽ നമുക്ക് ഹോണ്ട് ചെയ്യപ്പെടാം. ആഫ്റ്റർ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും ഇത് ഹോണ്ടിങ് ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളിപ്പോൾ നമ്മളുടെ സെൽഫ് ലവും പോകും, സെൽഫ് റെസ്പെക്റ്റ് പോകും. അവിടെയാണ് സ്ട്രെസ്സിലേക്ക് കിടക്കുന്നത്. അവിടെയും ഡിപ്രഷൻ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് വേറെ ഒരു സിറ്റുവേഷനാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്.